പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും പ്രശസ്തിയിലേക്കും കോടീശ്വരനിലേക്കും എത്തിയ പല താരങ്ങളും നമ്മുടെ സിനിമാ ലോകത്തുണ്ട്. അവർ ആരൊക്കെയെന്ന് നമുക്ക് പരിചയപ്പെടാം. ശാലിനി ഒരു ക്രിസ്ത്യാനി മലയാളി കുടുംബത്തിൽ ബാബുവിൻ്റെയും ആലീസിൻ്റെയും മകളായാണ് ശാലിനി ജനിച്ചത്. പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച ശാലിനി സിനിമയിൽ ബാലതാരമായി എത്തിയതോടെ ജീവിതം മാറിമറിയുകയായിരുന്നു. ഇന്ന് കോടികളുടെ ആസ്തിയാണ് ശാലിനിക്ക്. ദിലീപ് പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച ഗോപാലകൃഷ്ണൻ എന്ന ദിലീപ് കലാഭവൻ ട്രൂപ്പിൽ മിമിക്രി കലാകാരനായി ജോലി ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ട് അഭിനയ രംഗത്ത് എത്തിയത്. ജയസൂര്യ തൃപ്പൂണിത്തുറ സ്വദേശിയായ ജയസൂര്യ സാധാരണ കുടുംബത്തിൽ ജനിച്ച് മിമിക്രി കലാകാരനായി ജീവിതം നയിക്കുന്നതിനിടയിലാണ് ദോസ്തി എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് വന്നത്. പിന്നീട് ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന സിനിമയിലൂടെ നായകനായും അരങ്ങേറ്റം കുറിച്ചു. രജനീകാന്ത് ഒരു മഹാരാഷ്ട്ര സാധാരണ കുടുംബത്തിൽ ജനിച്ച രജനീകാന്ത് ബസ് കണ്ടക്ടറായി ജോലി ചെയ്തിരുന്നയാളാണ്. ചെറുപ്പം മുതൽ സിനിമാ പ്രേമിയായിരുന്നതുകൊണ്ട് തന്നെ മദ്രാസിലേക്ക് താമസം മാറി സിനിമയിൽ അവസരം തേടുകയായിരുന്നു. ഷാരൂഖ് ഖാൻ സാധാരണ കുടുംബത്തിൽ ജനിച്ച് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛനെ നഷ്ടപ്പെട്ട ഷാരൂഖ് ഖാനെ അമ്മയാണ് വളരെ കഷ്ടപ്പെട്ട് വളർത്തിയത്. ദാരിദ്ര്യ ജീവിതത്തിൽ നിന്നുമാണ് ഷാരൂഖ് ഖാൻ തന്റെ കഴിവിലൂടെ സൂപ്പർ സ്റ്റാറായി മാറിയത്. ശ്രീനിവാസൻ കണ്ണൂരിലെ പാട്യം എന്ന ഗ്രാമത്തിൽ സ്കൂൾ അധ്യാപകന്റെ മകനായി ഒരു സാധാരണ കുടുംബത്തിലാണ് ശ്രീനിവാസൻ ജനിച്ചത്. സുമലത ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച സുമലത തന്റെ കുടുംബത്തെ നോക്കുവാൻ 15-ാം വയസ്സിൽ സിനിമയിലേക്ക് വരികയായിരുന്നു. ആന്ധ്രാപ്രദേശിലെ ഒരു സൗന്ദര്യ മത്സരത്തിൽ വിജയിച്ചതിന് ശേഷമാണ് അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത്. മുക്ത അങ്കമാലിയിലെ കോലഞ്ചേരിയിൽ ജോർജിന്റെയും സാലിയുടെയും ഇളയ മകളായി ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് മുക്ത ജനിച്ചത്. സിനിമയിലെത്തിയതിനു ശേഷം മുക്ത തന്റെ കുടുംബത്തിന് താങ്ങും തണലുമായിരുന്നു. അനശ്വര രാജ് കണ്ണൂർ ജില്ലയിലെ കരിവെള്ളൂർ സ്വദേശിയായ രാജന്റെയും ഉഷയുടെയും മകളായി ഒരു സാധാരണ കുടുംബത്തിലാണ് അനശ്വര ജനിച്ചത്. ഭാവന തൃശൂർക്കാരിയായ കാർത്തിക എന്ന ഭാവന ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത്. ചെറുപ്പം മുതലേ അഭിനയമോഹമാണ് ഭാവനയെ സിനിമാ ലോകത്ത് എത്തിച്ചത്. സിൽക്ക് സ്മിത ആന്ധ്രാപ്രദേശിലെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച സിൽക്ക് സ്മിത കുടുംബ സാഹചര്യം വളരെ മോശമായതിനാൽ സ്കൂൾ വിദ്യാഭ്യാസം വരെ ഉപേക്ഷിച്ച് വീട്ടുജോലിക്കാരിയായി ജോലി ചെയ്യുന്നതിനിടയിലാണ് സിനിമയിലേക്ക് എത്തിയത്. ലിസി കൊച്ചിയിൽ പാപ്പച്ചന്റെയും ഏലിയാമ്മയുടെയും ഏക മകളായി ജനിച്ച ലിസിയുടെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ വിവാഹമോചിതരായതിനാൽ ലിസിയുടെ അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് ലിസിയെ വളർത്തിയത്. ഹരിശ്രീ അശോകൻ എറണാകുളത്ത് സാധാരണ കുടുംബത്തിൽ ജനിച്ച ഹരിശ്രീ അശോകൻ ടെലികോം ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് ലൈൻമാനായി ജോലി ചെയ്യുന്നതിനിടയിലാണ് കോമഡി താരമായി സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചത്. ഇന്ദ്രൻസ് പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും സിനിമയിലേക്കെത്തിയ താരമാണ് ഇന്ദ്രൻസ്. തയ്യൽക്കാരനായി ജീവിതം നയിച്ചിരുന്ന ഇന്ദ്രൻസിന് സിനിമയിൽ വസ്ത്രാലങ്കാരത്തിനുള്ള അവസരം ലഭിക്കുകയായിരുന്നു. പിന്നീടത് അഭിനയ രംഗത്തേക്കുമായി. കലാഭവൻ മണി പാവപ്പെട്ട കുടുംബത്തിലാണ് മണി ജനിച്ചത്. വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാനാവാതെ മിമിക്രിക്കാരനായി കലാഭവൻ കോമഡി ട്രൂപ്പിൽ ജോലി ചെയ്യവെയാണ് മണിക്ക് സിനിമയിൽ അവസരം ലഭിച്ചത്. മാമുക്കോയ സാധാരണ കുടുംബത്തിൽ ജനിച്ച് നാടകത്തിലും മറ്റും അഭിനയിച്ച് ജീവിക്കവെയാണ് മാമുക്കോയ്ക്ക് സിനിമയിൽ അവസരം ലഭിച്ചത്. വടിവേലു സാധാരണ കുടുംബത്തിൽ ജനിച്ച് അച്ഛൻ്റെ കൂടെ ഗ്ലാസ് കട്ടിംഗ് ബിസിനസ്സിൽ ജോലി ചെയ്തിരുന്നപ്പോഴാണ് വടിവേലുവിന് സിനിമയിൽ അവസരം ലഭിച്ചത്. കന്നഡ നടൻ യാഷ് കർണാടകയിലെ ഭുവനഹള്ളി എന്ന ഗ്രാമത്തിൽ സാധാരണ കുടുംബത്തിലാണ് യാഷ് ജനിച്ചത്. ഒരു ഡ്രൈവറിന്റെ മകനായിരുന്ന യാഷിന് ചെറുപ്പം മുതലേ സിനിമയിൽ അഭിനയിക്കണമെന്നതായിരുന്നു ആഗ്രഹം. പിന്നീട് നാടകരംഗത്ത് അഭിനയിക്കുന്നതിനിടയിലാണ് സിനിമയിൽ അവസരം ലഭിച്ചത്.